വെബ് ബേസ്ഡ് സോഫ്റ്റ്വെയറിൻ്റെ മൂന്നാമത്തെ ഒരു വീഡിയോ ആണിത്. ഈ വീഡിയോയിൽ നമ്മൾ ഇന്ന് നോക്കുന്നത് എങ്ങനെയാണ് ലിസ്റ്റ് മെസ്സേജ് സെറ്റ് ചെയ്യുക എന്നുള്ളതാണ്. നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും, ഒരു ഇൻട്രൊഡക്ഷൻ എന്ന നിലക്ക് ഒരാൾ നമുക്കൊരു ഹായ് എന്ന് അയക്കുന്ന സമയത്ത് അവർക്ക് നമ്മുടെ പ്രോഡക്റ്റുകളുടെ ഓപ്ഷനുകൾ കൊടുത്ത് നമുക്കതിൽ ചാറ്റ് ബോട്ട് സെറ്റ് ചെയ്താൽ ഓട്ടോമാറ്റിക്കായിട്ട് ആ കസ്റ്റമറായിട്ട് ചാറ്റ് ചെയ്യുന്ന രീതിയിലേക്ക് സോഫ്റ്റ്വെയർ സെറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ അതെങ്ങനെയാണ് ലിസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. അതിനനുസരിച്ച് അടുത്തൊരു വീഡിയോയിൽ നമുക്കെങ്ങനെ അതിൽ ചാറ്റ് ബോട്ട് സെറ്റ് ചെയ്തുകൊണ്ട് വർക്ക് ചെയ്യാം എന്നുള്ളത് നോക്കാം. ഓക്കെ, സോഫ്റ്റ്വെയർ ഓപ്പൺ ചെയ്യുക, വാട്സപ്പ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ഏറ്റവും അടിയിലായിട്ട് നേരത്തെ നമ്മൾ കോൺടാക്റ്റ് കണ്ടതിൻ്റെ തൊട്ട് മുകളിലായിട്ട് ലിസ്റ്റ് മെസ്സേജ് എന്നുള്ളത് കാണാം. അതിൽ ക്ലിക്ക് ചെയ്യുക. നിലവിൽ നമ്മൾ ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കിവിടെ അത് കാണാൻ പറ്റും. ഒന്നും ക്രിയേറ്റ് ചെയ്യാത്തതുകൊണ്ട് ബ്ലാങ്ക് ആണ്. പ്ലസ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ഫസ്റ്റ്ലി നമ്മോട് നെയിമാണ് ചോദിക്കുന്നത്. നമുക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ടുള്ളൊരു പേര് അവിടെ കൊടുക്കാം. രണ്ടാമത് ഇവിടെ ഒരു ടൈറ്റിൽ ചോദിക്കുന്നുണ്ട്. ഈ ടൈറ്റിലിൽ ഇവിടെ നമുക്കൊരു ഹായ് എന്നുള്ള രീതിയിലൊരു വെൽക്കം മെസ്സേജ് അവിടെ കൊടുക്കുന്നതായിരിക്കും നല്ലത്. ഞാനിവിടെ ഹായ് എന്ന് അയച്ചിട്ടുണ്ട്. ഇതിൽ ഞാനിവിടെ WName എന്നുള്ളത് കൊടുത്തത് എന്താ വെച്ചാൽ അവർ വാട്സപ്പിൽ എന്താണോ പേര് കൊടുത്തിട്ടുള്ളത് അത് വരാനുള്ള ഒരു കോഡാണത്. നമുക്കത് ഉപയോഗിക്കാം. അതിനുശേഷം ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കേണ്ട ഒരു മെസ്സേജ് കോപ്പി ചെയ്തെടുക്കുക. ലിസ്റ്റ് മെസ്സേജ് ഉണ്ടാക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ നമുക്കത് നേരത്തെ നമ്മളതിൻ്റെ ഒരു സ്ക്രിപ്റ്റ് തയ്യാറാക്കി വെക്കണം. ഈ ഫസ്റ്റ് മെസ്സേജ് ഇങ്ങനെയാവണം, അതിനുശേഷം അടുത്തൊരു മെസ്സേജ് ഇങ്ങനെ പോകണം, ബട്ടൺ ഇങ്ങനെയാവണം എന്നുള്ളത് നേരത്തെ നമ്മൾ ഫിക്സ് ചെയ്ത് വെച്ചെങ്കിൽ മാത്രമായിരിക്കും അത് പ്രോപ്പറായിട്ട് നമുക്കതിനെ ഉപയോഗപ്പെടുത്താൻ പറ്റുള്ളൂ. ഫൂട്ടറിൽ ഉണ്ടാകുന്നൊരു മെസ്സേജ് ജസ്റ്റ് ഞാനിവിടെ ചൂസ് ഓപ്ഷന് കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് ഇവിടെയും ഞാൻ സെയിം സാധനം തന്നെ കൊടുക്കുകയാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചു. ഇനി നമുക്കിതിൽ വരേണ്ട ഓപ്ഷനുകൾ ഏതൊക്കെയാണ് എന്നുള്ളതാണ് സെറ്റ് ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പോൾ ഫസ്റ്റിൽ നമ്മളിതിൻ്റെ സെക്ഷൻ സ്റ്റാർട്ട് ചെയ്യുന്നു. ആഡ് ന്യൂ സെക്ഷൻ എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുക. ശേഷം നമുക്ക് ആ സെക്ഷന് ഒരു പേര് കൊടുക്കുക. അവിടെ പ്രോഡക്റ്റുകൾ എന്നുള്ള രീതിയിൽ നമുക്ക് കൊടുക്കാം. പ്രോഡക്റ്റിൽ ഏതൊക്കെയാണ് വരുന്ന ഓപ്ഷനുകൾ എന്നുള്ളത് കൊടുക്കേണ്ടത് നെക്സ്റ്റ് അടുത്ത ഓപ്ഷനിൽ അതാണ് ചെയ്യേണ്ടത്. ഒന്നാമത്തെ ഓപ്ഷൻ. രണ്ടാമത് നമുക്ക് ബൾക്ക് സെൻറ്ററാണ്. വീണ്ടും ഒരു ഓപ്ഷൻ കൂടി കൊടുക്കാം നമുക്ക്. നമ്മൾ നമ്മുടെ പ്രോഡക്റ്റുകളിൽ 4 പ്രോഡക്റ്റുകളാണ് നമ്മുടെ അടുത്തുള്ളത്. ഇനി നമുക്ക് സർവീസ് എന്നുള്ള അടുത്തൊരു സെക്ഷനാണ് ക്രിയേറ്റ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ ഇവിടെ ആഡ് ന്യൂ സെക്ഷൻ എന്നുള്ളതിൽ വരിക. അതിനുശേഷം നമുക്കവിടെ സർവീസ് എന്നുള്ളത് കൊടുക്കാം. സർവീസിൽ നമ്മൾ എന്തെല്ലാമാണ് കൊടുക്കുന്നത് നോക്കാം. മൂന്ന് ഓപ്ഷൻ അവിടെയും നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ താഴെ എന്തെങ്കിലും ഡിസ്ക്രിപ്ഷൻ കൊടുക്കണമെന്നുണ്ടെങ്കിൽ നമുക്കത് അവിടെ ടൈപ്പ് ചെയ്ത് കൊടുത്താൽ ആ ഓപ്ഷൻ്റെ നേരെ താഴെയായിട്ട് നമുക്കത് കാണാൻ പറ്റും. ഞാൻ നിലവിലൊന്നും ആഡ് ചെയ്യുന്നില്ല. സബ്മിറ്റ് കൊടുക്കണം. എന്തെങ്കിലും എറേഴ്സ് ഉണ്ടെങ്കിൽ നമുക്കിവിടെ മെസ്സേജ് കാണിച്ചു തരും ഇത് സക്സസ് ആയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ ഒരു ലിസ്റ്റ് വളരെ സക്സസ്ഫുള്ളായിട്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്കിത് ജസ്റ്റ് ഒന്ന് സെൻഡ് ചെയ്ത് നോക്കാം. ഒരു പുതിയ ക്യാമ്പയിൻ സ്റ്റാർട്ട് ചെയ്യുക. പ്രൊഫൈൽ സെലക്ട് ചെയ്ത് കൊടുക്കുക.
ടെസ്റ്റിംഗ് എന്നുള്ളൊരു ഹെഡ് കൊടുക്കുക. നമ്മളിവിടെ ലിസ്റ്റ് മെസ്സേജ് എടുത്താൽ നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ആ ലിസ്റ്റ് നമുക്കിവിടെ കാണാൻ പറ്റും. ടിക്കറ്റ് കൊടുക്കുക. അറ്റ് ടൈമിൽ തന്നെ നമുക്ക് മെസ്സേജ് അയക്കേണ്ടതുണ്ട്. ചെറിയൊരു ടൈം ഡിലേ സെറ്റ് ചെയ്യാം. സബ്മിറ്റ് ചെയ്യാം. ഷെഡ്യൂൾ ചെയ്ത് വെക്കാം. മെസ്സേജ് റണ്ണായിട്ടുണ്ടാവും. നിലവിൽ മെസ്സേജ് റണ്ണ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. ഞാനിവിടെ വാട്സപ്പ് ചെയ്തിട്ടുണ്ട്. ഇവിടെ കണ്ടില്ലേ, ഇവിടെ ഒരു വെൽക്കം മെസ്സേജ് ഹായ് എന്നുള്ള രീതിയിൽ പോയിട്ടുണ്ട്. ഈ നെയിം ഇവിടെ വർക്ക് ചെയ്തിട്ടില്ല. ഓക്കെ, നമുക്കിവിടെ ചൂസ് ഓപ്ഷൻ എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നമ്മുടെ പ്രോഡക്റ്റിൽ നമ്മൾ കൊടുത്തിട്ടുള്ള പേരുകൾ, ഓക്കെ, സർവീസിൽ നമ്മൾ കൊടുത്തിട്ടുള്ള പേരുകൾ. അപ്പോൾ ഇത് നമുക്ക് ഇനി ഇതിലൊരാൾ ക്ലിക്ക് ചെയ്തു എന്ന് വിചാരിക്കാം. നമുക്ക് ഓട്ടോമാറ്റിക് ഇവിടെ സെൻഡ് കൊടുത്താൽ ഇവരിത് മെസ്സേജ് സെൻഡ് ആവും. ഇനി ഇവർക്ക് ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് റീപ്ലൈ പോകുന്ന രീതിയിലേക്ക് ഇതിനെ സെറ്റ് ചെയ്ത് വെക്കണം. ചാറ്റ് ബോട്ടിൽ ഇതേ കീവേഡ് വെച്ചുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഓട്ടോമാറ്റിക്കായിട്ട് ഇവർക്ക് റീപ്ലൈ പോകുന്ന രീതിയിൽ സെറ്റ് ചെയ്യാൻ പറ്റും. അടുത്തൊരു വീഡിയോയിൽ ചാറ്റ് ബോട്ട് എങ്ങനെയാണ് സെറ്റ് ചെയ്ത് വെക്കുക എന്നുള്ളത് നമുക്ക് നോക്കാം. ഓക്കെ, ആദ്യം നമുക്ക് ഓട്ടോ റെസ്പോൺസ് കൊടുക്കുക. ഒരാൾ ഹായ് എന്നൊരു മെസ്സേജ് അയക്കുമ്പോൾ തന്നെ നമുക്ക് ഈ രീതിയിൽ മെസ്സേജ് പോവാം. അവർ അതിനൊരു ഓപ്ഷൻ സെലക്ട് ചെയ്യുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കായിട്ട് ചാറ്റ് ബോട്ട് എങ്ങനെ വർക്ക് ചെയ്യും, അടുത്ത വീഡിയോയിൽ നമുക്ക് ആ വീഡിയോ കാണാം.